പ്രധാനമാണ്. അപ്പോൾ സ്റ്റാക്കിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുമല്ലോ. കാരണം സ്റ്റാക്ക് ഏത് ടൈപ്പ് ഡാറ്റാ സ്ട്രക്ചറാണ്? അതൊരു ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്. സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ഇൻ വിച്ച് ദ ഇൻസർഷൻ ആൻഡ് ഡിലീഷൻസ് ആർ ടേക്കൺ പ്ലേസ് ത്രൂ ഓൺലി അറ്റ് വൺ എൻഡ്. ഏത് എൻഡിൽ കൂടിയാണ് ഈ നേരത്തെ കാണിച്ച ഡിസ്ക് ഇൻസെർട്ട് ചെയ്ത്? അത് ടോപ്പ് പൊസിഷനിൽ കൂടിയാണ്. അതുവഴി മാത്രമേ ഡിലീഷനും പോസിബിൾ ആവുള്ളൂ. മൂന്നാമത്തെ ഒരു പ്രത്യേകതകളുണ്ട്. ഇൻ ദ സ്റ്റാക്ക് ദ ഇൻസർഷൻ ആൻഡ് ഡിലീഷൻസ് ആർ ടേക്കൺ പ്ലേസ് അറ്റ് എ പർട്ടിക്കുലർ ഓർഡർ. ഒരു പ്രത്യേക ഓർഡറിൽ മാത്രമേ ഇൻസർഷനും ഡിലീഷനും നടക്കത്തുള്ളൂ. അത് ഏത് ഓർഡർ ആയിരുന്നത്? ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ഫിലോ ഓർഡറിലോ ലിഫോ ഓർഡറിലോ ആണ് ഇത് നടക്കുന്നത്. ഇതിൽ ഓരോ ഓപ്പറേഷൻ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം കാണും, അതെങ്ങനെ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ഓർഡറിൽ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലാണോ ഈ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതെന്ന് സംശയം കാണും. നമുക്ക് വീണ്ടും നമ്മുടെ ആ ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ഏത് ഡിസ്ക്കാണ് ആദ്യം ഞാൻ ഇൻസെർട്ട് ചെയ്ത്? അത് ഡിസ്ക് ലേബിൾഡ് 1 ആണല്ലേ. അതാണ് ഏറ്റവും ബോട്ടം പൊസിഷനിൽ ഇരിക്കുന്നത്. എനിക്ക് അതിനെ റിമൂവ് ചെയ്യണം. നേരിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ടോപ്പ് പൊസിഷനിൽ കൂടെ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ആ ഫസ്റ്റ് ഡിസ്ക് എനിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഏതൊക്കെ ഡിസ്ക് റിമൂവ് ചെയ്യണം? 2, 3, 4, 5 ആൻഡ് 6. ഇത്രയും റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഫസ്റ്റ് ഡിസ്ക് എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യാം. ആദ്യം ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത് 6 എന്ന് പറയുന്ന ലേബിൾ ഡിസ്ക്കാണ് ഞാൻ റിമൂവ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് 6 ഡിസ്ക്? അതാണ് നമ്മൾ അവസാനമായിട്ട് ഇൻസെർട്ട് ചെയ്തത് അല്ലേ. അതിനെയാണ് നമ്മളിപ്പോൾ ആദ്യം റിമൂവ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പം ലിഫോ എന്ന് പറയുന്ന ഞാൻ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ട്രൂ ആയില്ലേ. അവസാനം വെച്ചതിനെ ഞാൻ ആദ്യം റിമൂവ് ചെയ്തു. വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. 5th ഡിസ്ക്, 4th, 3rd, 2, ദെൻ ലാസ്റ്റ് വൺ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡിസ്ക് ലേബിൾഡ് 1 എന്നതിനെ ഞാനിപ്പോൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ എന്താണ്? ഫസ്റ്റ് ഞാൻ പ്ലേസ് ചെയ്ത ഡിസ്ക് ലേബിൾ 1 എന്ന് പറയുന്നത് ഇപ്പോൾ അവസാനമായിട്ടാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്ത ഡെഫിനേഷൻ ശരിയായില്ലേ? ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്. അപ്പം നമ്മുടെ സ്റ്റാക്ക് എന്ന് പറയുന്ന ഇതിൽ നമ്മുടെ ഇൻസർഷനും ഡിലീഷനും ടേക്കൺ പ്ലേസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ഓർഡറിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലുമാണ് അത് റിമൂവ് അല്ലെങ്കിൽ ഡിലീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി സ്റ്റാക്കിൽ നടക്കുന്ന ഓരോ ഓപ്പറേഷനും എന്താണ് ചെയ്യുന്നത് നോക്കാം. ഒരു കാരണവശാലും സ്റ്റാക്കിലെ ഒരു ഡാറ്റ ഐറ്റത്തിനെ ഇൻസെർട്ട് ചെയ്യുക എന്നായിരിക്കില്ല പറയുന്നത്. വി സേ പുഷ് ദ ഐറ്റം ഇൻ ടു ദ സ്റ്റാക്ക്. അതുപോലെ തന്നെ സ്റ്റാക്കിലെ ഒരു ഐറ്റത്തെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്നല്ല നമ്മളവിടെ ടെക്നിക്കലി പറയുന്നത്. വി സേ പോപ്പ് ദ ഐറ്റം ഫ്രം ദ സ്റ്റാക്ക് എന്നായിരിക്കും പറയുന്നത്. മാത്രമല്ല സ്റ്റാക്കിൽ ഏത് പ്ലേസിലാണോ ഇൻസർഷൻ നടക്കുന്നത്, ഏത് പ്ലേസിലാണോ ഡിലീഷൻ നടക്കുന്നത്, ആ പ്ലേസിനെ നമ്മൾ പറയുന്ന പേര് ടോപ്പ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. ഇൻസർഷൻ നമ്മൾ പറയുന്നത് പുഷ് എന്നാണ്, ഡിലീഷൻ പറയുന്നത് പോപ്പ് എന്നാണ്. ഏത് ഭാഗത്താണോ ഇൻസർഷൻ അല്ലെങ്കിൽ ഡിലീഷൻ നടക്കുന്നത് ആ പ്ലേസിന് പറയുന്നത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. ഇനി സ്റ്റാക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വിവിധ ഓപ്പറേഷനുകളായെന്ന് പറയുന്നത് പുഷും പോപ്പുമാണ്. ഈ പുഷും പോപ്പും നമ്മൾ ചെയ്യണമെന്നെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു സ്റ്റാക്ക് കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ. സ്റ്റാക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ടൂളൊന്നുമില്ല. അതെങ്ങനെയാണ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? സ്റ്റാക്ക് ഒരു കോമ്പൗണ്ട് ഡാറ്റാ സ്ട്രക്ചർ ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഒരു കോമ്പൗണ്ട് ഡാറ്റാ സ്ട്രക്ചർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്? ഒരു സിമ്പിൾ ഡാറ്റാ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് വേണം കോമ്പൗണ്ട് ഡാറ്റാ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. സിമ്പിൾ ഡാറ്റാ സ്ട്രക്ചർ ഏതൊക്കെയാണ്? അറേയുണ്ട്, സ്ട്രക്ചറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അറേയാണ്. അപ്പോൾ അറേ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സ്റ്റാക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അറേ ഉപയോഗിച്ച് നമ്മൾ സ്റ്റാക്ക് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പുഷ് എന്ന് പറയുന്നതും പോപ്പ് എന്ന ഓപ്പറേഷനും ചെയ്യാനായിട്ട് അറേ നമുക്ക് സ്റ്റാക്കായിട്ട് കൺവെർട്ട് ചെയ്യണം. അപ്പോൾ ഞാനൊരു സ്റ്റാക്ക് അറേ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. കൺസിഡർ എ സ്റ്റാക്ക് ഓഫ് n വെയർ n ഈസ് ദ മാക്സിമം സൈസ് ഓഫ് ദി സ്റ്റാക്ക്. അത് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഒരു അറേയുടെ പേര് സ്റ്റാക്കാണ്. അതിൽ n ഈസ് ദ മാക്സിമം സൈസ് ഓഫ് ദ സ്റ്റാക്ക്. പോരാ, ഇനി ഇൻസർഷനോ ഡിലീഷനോ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യണം. ആ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് വാൽ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. ദെൻ ടോസ് എന്ന് പറയുന്ന അനദർ ഒരു വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ വേരിയബിൾ ഉണ്ട്. ആ ടോസ് എന്ന് പറയുന്ന വാല്യൂ ടോപ്പ് എന്ന് പറഞ്ഞ പൊസിഷനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഒരു പുഷെന്നോ പോപ്പെന്നോ പറയുന്ന ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ആയിട്ടുണ്ട്. സ്റ്റാക്ക് ഓഫ് n എന്ന അറേ ഉണ്ട്. n ഈസ് ദ മാക്സിമം സൈസാണ്. വാൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. ഇൻസർഷൻ നടത്താനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുമ്പോഴോ ആ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈ വേരിയബിൾ ഉപയോഗിക്കാം.
ടോസ് എന്ന് പറയുന്ന ടോപ്പ് പൊസിഷനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പുഷ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്ത് വേരിയബിളായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നതിൽ സ്റ്റോർ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ടോപ്പ് പൊസിഷനെ എവിടെയാണോ ഇപ്പോൾ ടോസ് ഇരിക്കുന്നത് അതിനെ എന്ത് ചെയ്യണം? ഇൻക്രിമെൻറ്റഡ് ബൈ 1 ഒരു പൊസിഷൻ മുന്നിലേക്ക് നീക്കുക. ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് വാല്യൂ ഇൻസെർട്ട് ചെയ്യുക. ഇതാണ് എൻ്റെ സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞാൽ പോരാ, നമ്മളൊരു അൽഗോരിതം ഉപയോഗിച്ച് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു പുഷ് ഓപ്പറേഷൻ നടക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയണം. അത് നിങ്ങളൊരു വിഷ്വൽ ഞാൻ കാണിക്കുകയാണ്. ആ വിഷ്വലിൽ സ്റ്റാക്കിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ട്. ആ അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ട് അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ കാണാം. അൽഗോരിതം ശ്രദ്ധിക്കുക. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് എന്താണെന്ന് നോക്കുക. ഇവിടെ അറേ സ്റ്റാക്ക് ഓഫ് n ആണ്. ഇവിടുത്തെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് n = 4 ആണ്. ഈ അറേയിലുള്ള ഓരോ പൊസിഷനെയും നമ്മൾ ഇൻഡെക്സ് അഥവാ സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റാക്ക് ഓഫ് 0, സ്റ്റാക്ക് ഓഫ് 1, സ്റ്റാക്ക് ഓഫ് 2, സ്റ്റാക്ക് ഓഫ് 3 എന്ന് കാണിച്ചിരിക്കുന്നത്. ടോസ് എന്ന് പറയുന്ന പൊസിഷൻ ഇപ്പോൾ ഇരിക്കുന്നത് -1 എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഇപ്പോൾ നമുക്ക് ഇൻസെർട്ട് ചെയ്യേണ്ട പുതിയ വാല്യൂ 10ഉമാണ്. അത് നിങ്ങൾക്ക് കാണാം. ഇനി അൽഗോരിതം ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് എന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് വാല്യൂ ഇൻസെർട്ട് ചെയ്യുമ്പോഴാണ്. വെറുതെ നമുക്ക് വാല്യൂ ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റാക്ക് ഫുള്ളാണോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. സ്റ്റാക്ക് ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇഫാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെ പറയുന്നത് ഇഫ് ടോസ് വിച്ച് ഈസ് ലെസ് ദാൻ n-1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പോഴത്തെ ടോസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് n-1നേക്കാൾ ചെറുതാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസെർഷൻ നടത്താൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോഴത്തെ പൊസിഷൻ എത്രയാണ്? -1 ആണ്. n-1 എന്ന് പറഞ്ഞാൽ 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3 ആണ്. നമ്മുടെ കണ്ടീഷൻ ട്രൂ അല്ലേ? കണ്ടീഷൻ ട്രൂ ആണ്. അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ടോപ്പിനെ ഒരു പൊസിഷൻ ഇൻക്രിമെൻ്റ് ചെയ്യണം. ടോസ് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതുക? ടോസ് = ടോസ് +1 എന്നാണ് നമ്മൾ പറയുന്നത്. ഇതാ എന്താ -1ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 0 എന്നായിരിക്കും നമുക്ക് വരിക. ആ 0th പൊസിഷനിലേക്ക് നമ്മുടെ ടോസ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പോൾ എം ടി ആയിട്ടുള്ള പ്ലേസിലേക്കാണ് ടോസ് ഇപ്പോൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അത് 0th ലൊക്കേഷനിലാണ്. ആ ലൊക്കേഷനിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ വേരിയബിൾ വാലിൽ നിന്ന് സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. ആ ടോപ്പ് പൊസിഷനിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതുക? ഒരു അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള സ്റ്റാക്ക് ഓഫ് 0 = വാൽ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. നോക്കുക, സ്റ്റാക്ക് ഓഫ് ടോസ് = വാൽ എന്ന് കൊടുത്തു. ഇപ്പോഴത്തെ പൊസിഷൻ സ്റ്റാക്ക് ഓഫ് 0 ആണ്. ആ പൊസിഷനിലേക്ക് വാലിലിരിക്കുന്ന 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. കാണാമല്ലോ? ഓക്കെ, ഫസ്റ്റ് വാല്യൂ ഞാൻ ഇൻസെർട്ട് ചെയ്തു. വീണ്ടും ഈ പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. വീണ്ടും ഞാൻ ചെക്ക് ചെയ്യാണ്. ഇഫ് ടോസ് വിച്ച് ഈസ് ലെസ് ദാൻ n-1 ആണോ ചെക്ക് ചെയ്യുന്നു. ഇപ്പോഴത്തെ ടോസിൻ്റെ വാല്യൂ എത്രയാണ്? 0 വിച്ച് ഈസ് ലെസ് ദാൻ 3 ആണോ? കണ്ടീഷൻ ട്രൂ ആണല്ലേ? എങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ടോസ് = ടോസ് +1. 0യുടെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 എന്ന് പറയുന്ന പൊസിഷനാണ് കിട്ടുന്നത്. ആ പൊസിഷനിലേക്ക് ടോസിനെ ഇൻക്രിമെൻറ്റ് ചെയ്തു. സ്റ്റാക്ക് ഓഫ് 1 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പുതിയ വാല്യൂ ആയ 20യെ ഇൻസെർട്ട് ചെയ്തു. വീണ്ടും അടുത്ത വാല്യൂ 30 റെഡി ആയിട്ടുണ്ട്. ഇനി വാല്യൂ ഇൻസെർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് ടോസ് വിച്ച് ഈസ് ലെസ് ദാൻ n-1 ആണോ ചെക്ക് ചെയ്യുന്നു. ടോസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 1 ആണ്. 1 വിച്ച് ഈസ് ലെസ് ദാൻ 3 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ടോസ് = ടോസ് +1. 1ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന പുതിയ ടോസ് പൊസിഷൻ കിട്ടുന്നു. ആ പൊസിഷനിലേക്ക് വീണ്ടും ടോസിൻ്റെ പോയിൻ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റാക്ക് ഓഫ് 2ലേക്കാണ് ആ പോയിൻ്റർ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ എം ടി ആണ്. ആ പൊസിഷനിലേക്ക് 30 എന്ന് പറയുന്ന വാല്യൂ ഇൻസെർട്ട് ചെയ്യണം. സ്റ്റാക്ക് ഓഫ് ടോസ് = വാൽ 30 എന്ന് പറയുന്ന വാല്യൂ ഇൻസെർട്ട് ചെയ്തു. വീണ്ടും ചെക്ക് ചെയ്യാണ്. ഇഫ് ടോസ് വിച്ച് ഈസ് ലെസ് ദാൻ n-1 ആണോ ചെക്ക് ചെയ്യണം. പുതിയ വാല്യൂ ആയ 40 റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? ടോസിൻ്റെത് 2 ആണല്ലേ? 2 വിച്ച് ഈസ് ലെസ് ദാൻ 3 ആണ്. കണ്ടീഷൻ ട്രൂ ആണല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ടോസ് = ടോസ് +1. 2ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3 ആണ്. ആ ലൊക്കേഷനിലേക്ക് ടോസ് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇനി പുതിയ വാല്യൂ ആയ 40 ആ സ്റ്റാക്ക് ഓഫ് 3ലേക്ക് എം ടി ആയിട്ടുള്ള പ്ലേസിലേക്ക് ഇൻസെർട്ട് ചെയ്യുകയാണ്. സ്റ്റാക്ക് ഓഫ് ടോസ് = വാൽ 40 ഞാൻ എന്ത് ചെയ്തു? ആ പ്ലേസിലേക്ക് ഇൻസെർട്ട് ചെയ്തു. ഇതുവരെ ഓക്കെ. ഇനി ഞാൻ വീണ്ടും ഒരു വാല്യൂ ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് ടോസ് വിച്ച് ഈസ് ലെസ് ദാൻ n-1. ടോസിൻ്റെ വാല്യൂ എത്രയാണ്? 3. n-1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൾസോ 3.
ഈക്വൽ ടു 3 ആണ്. പക്ഷേ ഞാൻ ആ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലെസ് ദാൻ ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കണ്ടീഷൻ അവിടെ എന്താണ്? ഫാൾസായി. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കണ്ടീഷൻ ഫാൾസ് ആയാൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത് ഏത് പാർട്ടിലേക്കാണ് പോകേണ്ടത്? എൽസ് പാർട്ടിലേക്കാണ് പോകേണ്ടത്. എൽസ് പാർട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്, ഇനിയൊരു വാല്യൂ ഇതിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ കഴിയില്ല. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ നമ്മൾ പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. നിറച്ച ഒരു ഗ്ലാസിൻ്റെ അകത്തേക്ക് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് എന്താ സംഭവിക്കുന്നത്? ആ വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓവർഫ്ലോ ആവും. ഇവിടെ അതേ സിറ്റുവേഷനാണ്. സ്റ്റാക്ക് ഫുള്ളായിരിക്കുകയാണ്. ആ ഫുള്ളായിരിക്കുന്ന സ്റ്റാക്കിലേക്ക് വീണ്ടും ഒരു വാല്യൂ ഇൻസെർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഈസ് കാൾഡ് സ്റ്റാക്ക് ഓവർഫ്ലോ. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന കണ്ടീഷൻ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പം ലളിതമായ ചില സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ സ്റ്റാക്ക് പുഷ് ഓപ്പറേഷൻ നടക്കുന്നുള്ളൂ. ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് ടോസ് വിച്ച് ഈസ് ലെസ് ദാൻ n-1 ആണോ ചെക്ക് ചെയ്യണം. n-1 എന്ന് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ടോസ് ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് വാല്യൂ ഇൻസെർട്ട് ചെയ്യുന്നത്. അത് കാരണം ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിന്ന് വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്താൽ n=4 ആയിപ്പോവും. അതൊരു empty സ്പേസ് ആണ്, അതിലേക്ക് വാല്യൂ ഇൻസെർട്ട് നടക്കത്തില്ല. ഇതാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ പുഷ് ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്